2 ദിവസമായിട്ട് ഇവിടെ NHS തകർന്നു, എല്ലാവരുടെയും ജോലി പോകുന്നു. UK-ലെ ആരോഗ്യ മേഖല പിരിച്ചുവിടാൻ പോകും. ഇതാണ് ഇന്നലെ മുതൽ പല ആളുകളും പലയിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? NHS ട്രസ്റ്റുകളെ കൺട്രോൾ ചെയ്യുന്ന NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ഏജൻസിയുണ്ട്. അതായത് ആശുപത്രികൾക്കും സർക്കാരിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഏജൻസിയാണ് ഈ NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അത് കുറേ ആൾക്കാർ പ്രൊഫഷണൽസ് തന്നെയാണ്. പക്ഷേ അതിനിടയ്ക്ക് ട്രസ്റ്റുകളെ ആശുപത്രികളെ മാനേജ് ചെയ്യുന്ന, അവർക്ക് ഫണ്ട് അനുവദിക്കുന്നു, എങ്ങനെ കാര്യം പോളിസികളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന, പോളിസികൾ ചേഞ്ച് ചെയ്യുന്ന, അങ്ങനെയുള്ള ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകൾ, ആ ഒരു ട്രസ്റ്റ് അതിനെ പിരിച്ചുവിടുകയാണ് സർക്കാരിന്. അതായത് ആരോഗ്യ രംഗത്തിന്, അതായത് നമ്മുടെ ആരോഗ്യ വകുപ്പിന് നേരിട്ട് ആശുപത്രികളെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇടയ്ക്ക് പ്രത്യേകിച്ച് ആൾ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ സർക്കാർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു സംഘടനയെ, ആ സ്വതന്ത്ര ഏജൻസിയെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അത് മാത്രമാണ് ഇപ്പം നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക്, ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ ബാക്കി ആളുകൾക്കൊന്നും ഒരു കുഴപ്പം വരുന്നില്ല. അവരെ ആരും പിരിച്ചുവിടാനും പോകുന്നില്ല. പിന്നെ ഈ NHS ഇംഗ്ലണ്ടിനെ പിരിച്ചു വിടുന്നതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാർക്ക് പ്രത്യക്ഷത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. കാരണം ഇപ്പോൾ NHS ആശുപത്രികളിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എല്ലാം NHS ഇംഗ്ലണ്ട് എന്ന ഒരു സ്വതന്ത്ര ഏജൻസിയാണ്. അവർ പ്രൊഫഷണൽസാണ്, ഈ ആരോഗ്യ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവരെ പിരിച്ചു വിടുന്നത് കൂടി ആരോഗ്യ സംവിധാനം, സർക്കാർ നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കും. പക്ഷേ ആ കാലത്ത് നമുക്കിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആരുടെയും ജോലിയൊന്നും പോകാനും പോകുന്നില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വേറെ കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.